അതന്നെ ബിഗ് ടീച്ചർ ബ്രദർ പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയാണ് ഒരു കേസും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് ഓല് പറഞ്ഞു. അങ്ങനെ ഇവരെങ്ങാനും ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ മിർഷക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല, കേസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ, നമ്മുടെ MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഒരു അധ്യാപികയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. ആ സ്കൂളിൽ അധ്യാപികയുടെ വാഹനം ഇടിച്ച് ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 13-ാം തീയതിയാണ് അത് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം ആ കുട്ടിയെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആ കുട്ടി ഇപ്പോൾ. അപ്പോൾ കുറച്ച് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു, ഓപ്പറേഷനും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഇനി സർജറി ഒക്കെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അധ്യാപികയുടെ അശ്രദ്ധ കാരണമാണ് വണ്ടി തട്ടിയതെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മുടെ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ, മലയാളികളുടെ റോഡ് ക്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നവർ വേണമെങ്കിൽ ശ്രദ്ധിച്ചു പൊയ്ക്കോ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട്, ധാരാളമുണ്ട്, ഒരുപാടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവർമാരാണെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ എന്നാലും കാൽനട യാത്രക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവൻ ഇപ്പം റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. നമ്മൾ വണ്ടിയെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ നിർത്തിത്താ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, ഞങ്ങൾ പോകും, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു വണ്ടിയെ പോകുന്ന ഒരു കാൽനട യാത്രക്കാരനെ ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിയെ പോകുന്ന ആളുടെ മെക്കിട്ട് കയറാനേ ആൾ കാണത്തുള്ളൂ, അയാളോട് ബഹളം ഉണ്ടാക്കാനേ ആൾ കാണത്തുള്ളൂ. അത് ഈ പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവണത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ CCTV ഒക്കെ നോക്കേണ്ടി വരും ആരുടെ ഭാഗത്ത്. കാരണം എല്ലാവരോടും നമ്മൾ പറയുന്നതാണ് സീബ്ര ക്രോസിംഗ് ഉള്ളിടത്ത് വെച്ചാണ് ക്രോസ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ സീബ്ര ക്രോസിങ്ങിലൂടെയാണ് എല്ലാവരും റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ അത്രയും നിയമം പാലിച്ച് പോകുന്നവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. തോന്നുന്നിടത്ത് വെച്ച് അങ്ങ് ക്രോസ് ചെയ്യുക. ഇപ്പം നമ്മൾ വണ്ടി ഒരു സ്പീഡിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർ ക്രോസ് ചെയ്യുമെന്ന് നമുക്കറിയാം, എടുത്തങ്ങ് ചാടിക്കോളൂ, വേണേൽ നമ്മൾ നിർത്തി കൊടുത്തോണം എന്നുള്ളൊരു രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് കുട്ടിയെ വണ്ടി ഇടിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ അധ്യാപികയുടെ ഭാഗത്ത് ഇപ്പോൾ കുട്ടികൾ വളരെ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അധ്യാപികയ്ക്കെതിരെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പം വളരെ നല്ല കാര്യം. ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹമാണ് വളർന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ഏതൊരു അന്യായം കണ്ടാലും പ്രതികരിക്കാനുള്ളൊരു ആർജവം നമ്മുടെ കുട്ടികൾക്കുണ്ടാവുന്നുണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ അത് അവർ മുന്നോട്ട് എല്ലാ കാര്യത്തിലും അത് കൊണ്ടുപോകണം എന്നാണ് പറയാനുള്ളത്. അല്ലാതെ ഒരു അധ്യാപിക ഇപ്പോൾ ഇവിടെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെതിരെ ഒരു ടീച്ചർ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറച്ച് ഹാപ്പിയാണല്ലോ. ഒരു പീരീഡ് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണല്ലോ. ഒരു ടീച്ചർ ലീവാണെങ്കിൽ ഹാപ്പിയാണല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിലല്ലാതെ ഇവരുടെ പ്രതികരണശേഷി എല്ലാ രീതിയിലും ഇവർ പ്രതികരിക്കാൻ റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് അന്യായം കണ്ടാലും പ്രതികരിക്കാനുള്ള ശേഷി ഇവർക്കുണ്ടെങ്കിൽ, അതിനുള്ള ആർജവം ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. അങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് വളർന്നു വരേണ്ടത്. അങ്ങനെയുള്ളൊരു കഴിവ് നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കുണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു.